എല്ലാവർക്കും മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ റിവിഷൻ ക്ലാസ് ആണ്. നമുക്കിനിയും എടുക്കാനുള്ള ന്യൂക്ലിയർ എന്ന് പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ ന്യൂക്ലിയറുമായി ബന്ധപ്പെട്ട ഫോക്കസ് ഏരിയയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. സ്പോണ്ടേനിയസ് ആൻഡ് കണ്ടിന്യൂസ് disintegration of a nucleus of a heavy element with the emission of certain type of radiation is known as radioactivity. Question A. The radioactive isotope D decays according to the sequence D hyphen beta minus D1 hyphen alpha D2. If the mass number and atomic number of D2 are D2 ന്റെ atomic number mass number തന്നിട്ടുണ്ട്. Atomic number 71, mass number 176 respectively. What is the mass number and atomic number of D? അങ്ങനെയാണെങ്കിൽ D യുടെ atomic number mass number കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം ഒരു എലമെന്റിന് ബീറ്റ മൈനസ് ടി കെ നടക്കുമ്പോൾ എന്താണ് ബീറ്റ ടി കെ നടക്കുമ്പോൾ അറ്റോമിക് മാസ് മാറത്തില്ല, അറ്റോമിക് നമ്പർ മാത്രമേ മാറത്തുള്ളൂ. ബീറ്റ മൈനസ് ടി കെ ആണെങ്കിൽ അറ്റോമിക് നമ്പർ ഒന്ന് കൂടും, ബീറ്റ പ്ലസ് ടി കെ ആണെങ്കിൽ അറ്റോമിക് നമ്പർ ഒന്ന് കുറയും. ഇനി ആൽഫ ഡി കെ നടക്കുമ്പോഴോ ആൽഫ ഡി കെ എന്ന് പറഞ്ഞാൽ ഒരു എലമെന്റിൽ നിന്ന് ഹീലിയം ന്യൂക്ലിയസ് പുറത്തു വരികയാണ്. ഹീലിയം എന്ന് പറഞ്ഞാൽ He2.4. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആൽഫ ഡി കെ നടന്നു കഴിഞ്ഞാൽ അറ്റോമിക് നമ്പർ 2 കുറയും, മാസ് നമ്പർ 4 കുറയും അല്ലെ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇയാളുടെ D2ന്റെ അറ്റോമിക് നമ്പർ ആണ് 71, മാസ് നമ്പർ 176. അപ്പം D1ന് ആൽഫ ഡി കെ നടന്നപ്പോഴാണ് D2നെ കിട്ടിയത്. ഇയാളെ അറ്റോമിക് നമ്പർ 2 കുറഞ്ഞാൽ ഇയാളെ കിട്ടും, മാസ് നമ്പർ 4 കുറഞ്ഞാൽ ഇയാളെ കിട്ടും അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇയാളുടെ അറ്റോമിക് നമ്പർ 71 ആണെങ്കിൽ ഇതിനോട് 2 കൂട്ടിയാൽ ഇയാളെ കിട്ടും, കാരണം ഇയാളുടെ അറ്റോമിക് നമ്പർ 2 കുറഞ്ഞപ്പോഴാണ് ഇയാൾ ഉണ്ടായത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 71നോട് 2 കൂട്ടി കഴിഞ്ഞാൽ 73 ആയിരിക്കും ഇയാളുടെ അറ്റോമിക് നമ്പർ. അതുപോലെ തന്നെ ഇയാളുടെ മാസ് നമ്പർ കിട്ടിയത് ഇയാളുടെ മാസ് നമ്പർ 4 കുറഞ്ഞപ്പോഴാണ്. അപ്പൊ ഇയാളുടെ മാസ് നമ്പർ കിട്ടണമെങ്കിൽ ഇതിനോട് 4 കൂട്ടിയാൽ പോലെ, അപ്പൊ 180 അല്ലെ. അവൻ D1ന്റെ അറ്റോമിക് നമ്പറും മാസ് നമ്പറും കിട്ടി. ഇനി D1 ഈ ഡിക്ക് ബീറ്റ മൈനസ് ഡി കെ നടന്നപ്പോഴാണ് D1 ഉണ്ടായത്. അപ്പം ബീറ്റ മൈനസ് ഡി കെ നടക്കുമ്പോൾ അറ്റോമിക് നമ്പർ 1 കൂടും, മാസ് നമ്പർ മാറത്തില്ല. അപ്പൊ ഇയാളുടെ അറ്റോമിക് നമ്പർ 73 എന്ന് പറഞ്ഞാൽ ഇയാളിൽ നിന്ന് ഒന്ന് കൂടുതലാണ്. അപ്പൊ ഇയാളെ കിട്ടണമെങ്കിൽ ഒന്ന് കുറച്ചാൽ പറയാം. അപ്പൊ 72 ആണ് ഇയാളുടെ അറ്റോമിക് നമ്പർ. മാസ് നമ്പറിന് വ്യത്യാസമില്ല, 180 അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡിയുടെ അറ്റോമിക് നമ്പർ 72, പിന്നെ അതുപോലെ തന്നെ ഡിയുടെ മാസ് നമ്പർ 180 അല്ലെ. അറ്റോമിക് നമ്പറും കിട്ടി, മാസ് നമ്പറും കിട്ടി. ഇതായിരുന്നു എ ക്വസ്റ്റ്യൻ. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. ആൽഫ ഡി കെ ബീറ്റ ഡി കെ അറിയാമെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് ആൻസർ ചെയ്യാം. ഇനി ഇതിന്റെ ക്വസ്റ്റ്യൻ ബി ക്വസ്റ്റ്യൻ ഇതാണ്. സ്റ്റേറ്റ് റേഡിയോ ആക്റ്റീവ് ഡി കെ ലോ. അതറിയാം, ലോ ഓഫ് റേഡിയോ ആക്റ്റീവ് ഡി കെ നമുക്കറിയാം അല്ലെ. അതായത് നമ്പർ ഓഫ് ന്യൂക്ലിയർ ഡിസിൻറ്റഗ്രേറ്റ് പെർ യൂണിറ്റ് ടൈം ഈസ് പ്രൊപ്പോർഷണൽ ടു ദി നമ്പർ ഓഫ് ന്യൂക്ലിയർ പ്രസന്റ് ഇൻ ദി സാമ്പിൾ. സാമ്പിളിലുള്ള ന്യൂക്ലിയസുകളുടെ എണ്ണവും ഒരു സെക്കൻഡ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്ന ന്യൂക്ലിയസുകളുടെ എണ്ണവും എന്തായിരിക്കും? പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതുപോലെ തന്നെ അതിന്റെ n is equal to n0 e raised to minus lambda t എന്ന് പറയുന്ന ഒരു റിലേഷൻ ഉണ്ട്. ഇത് ഡിറൈവ് ചെയ്യാനും പഠിച്ചോണം. ഫോക്കസ് ഏരിയയിലുള്ളതാണ്. ഇതും ലോ ഓഫ് റേഡിയോ ആക്റ്റീവ് ഡിക്കും ഇതിന്റെ ഡെറിവേഷനും അത്യാവശ്യമായിട്ട് പഠിച്ചോണം. പരീക്ഷയ്ക്ക് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പോർഷനാണ്. അത് അത്യാവശ്യമായിട്ടും പഠിച്ചോണം നിങ്ങൾ. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ, അപ്പോൾ ഇതിന്റെ ബിയുടെ ആൻസർ നമുക്കറിയാം. ലോ ഓഫ് റേഡിയോ ആക്റ്റീവ് ഡിക്ക് സ്റ്റേറ്റ് ചെയ്യാനാണ്, അതറിയാം. ഇനി ഇതിന്റെ ഉള്ള ക്വസ്റ്റ്യൻ സി നമുക്ക് നോക്കാം. സി ഒരു പ്രോബ്ലം ആണ്, ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കുക. ട്രിഷ്യം ഹാസ് ഹാഫ് ലൈഫ് ഓഫ് 12.5 years. ട്രിഷ്യത്തിന്റെ ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ടി ഹാഫ് എന്ന് പറയുന്നത് 12.5 years ആണ്. ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സബ്സ്റ്റൻസ് അതിന്റെ പകുതി ആകാൻ എടുക്കുന്ന ടൈം, ഇപ്പം 100 ഗ്രാം ഉണ്ടെങ്കിൽ 50 ഗ്രാം ആകാൻ എടുക്കുന്ന സമയം, അതാണ് ഈ ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറയുന്നത്. വാട്ട് ഫ്രാക്ഷൻ ഓഫ് എ സാമ്പിൾ ഓഫ് പ്യുവർ ട്രിഷ്യം വിൽ റിമെയിൻ അൺഡീക്കേഡ് ആഫ്റ്റർ 50 years? 50 വർഷം കഴിയുമ്പോൾ എത്ര പാർട്ട് ട്രിഷ്യം ഡീകേ ചെയ്യാതെ അവശേഷിക്കുമെന്നാണ്. നമുക്കിത് ഇക്വേഷൻ എഴുതി ചെയ്യാം, അല്ലാതെയും ചെയ്യാം അല്ലെ. നമുക്ക് ഇക്വേഷൻസ് ഞാനൊന്ന് പറയാം. അതായത് നമ്മൾ പല ഇക്വേഷൻസ് ഇതിനകത്ത് പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ടൈപ്പ് പ്രോബ്ലം ചെയ്യാൻ എളുപ്പമുള്ള 2 ഇക്വേഷൻസ് ഞാൻ പറയാം. അതായത് n/n0 is equal to 1/2 the whole raised to n. സംഭവം ഇത്രയൊന്നും ഉള്ളൂ. അതായത് 1/2 എന്ന് പറഞ്ഞാൽ ഹാഫ്, അതായത് raised to n.
അതായത് എത്ര പ്രാവശ്യം ഹാഫ് ആവുമ്പോഴാണ് ഇത് ഡീകേ ചെയ്യുന്നതെന്നുള്ളതാണ് ഈ ഇക്വേഷൻ കാണിക്കുന്നത്. അപ്പൊ n/n0 = 1/2 ദി ഹോൾ റേസ് ടു n. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അതുപോലെ തന്നെ ടി ഡീകേ ചെയ്യുന്ന ടൈം t = n × t½ അല്ലെ. ഈ രണ്ട് ഇക്വേഷൻസ് നിങ്ങൾ ഓർത്തു വെക്കുക. ഇത് നമുക്ക് ഈ ടൈപ്പ് പ്രോബ്ലംസ് ചെയ്യാൻ എല്ലാ ഇക്വേഷൻസിനും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇത് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഹാഫ് ലൈഫ് പീരീഡ് തന്നിട്ടുണ്ട്. എത്രയാണ്? 12.5 വർഷമാണ് ഹാഫ് ലൈഫ് പീരീഡ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ അതായത് 50 വർഷം കഴിയുമ്പോൾ എത്ര പാർട്ട് ഡീകേ ചെയ്യാതെ അവശേഷിക്കുമെന്നാണ് ക്വസ്റ്റ്യൻ അല്ലെ. അതായത് എത്ര അൺഡീക്കേഡ് ആഫ്റ്റർ 50 years. അപ്പൊ നമ്മുടെ ടൈം t = 50 years ആണ്. ഈ ടൈം t = 50 years ആണ് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം ഈ ഇക്വേഷൻ ഉപയോഗിച്ച് എത്ര പ്രാവശ്യം ഇത് ഹാഫ് ആവും എന്ന് നോക്കാം. 50 വർഷം തൊട്ട് 50 വർഷം കൊണ്ട് എത്ര പ്രാവശ്യം ഈ സാമ്പിൾ പകുതിയാവും. അതാണ് n കാണിക്കുന്നത് അല്ലെ. നോക്കാം. അപ്പൊ t = n × t½ അല്ലെ. അപ്പം 12 വർഷമാണ് ഒരു പ്രാവശ്യം പകുതിയായി എടുക്കുന്ന സമയം. അപ്പൊ 50 വർഷം കൊണ്ട് എത്ര പ്രാവശ്യം പകുതിയാവും ഈ ഇക്വേഷൻ തരും. നമുക്ക് അല്ലാതെയും കണ്ടുപിടിക്കാം. ഇങ്ങനെ ചെയ്ത് നോക്കാം. അപ്പം ടിക്ക് വരെ ഞാൻ 50 എന്ന് കൊടുത്തു. n × t½ 12.5. അപ്പോൾ n = 50 / 12.5 എന്ന് പറഞ്ഞാൽ 4 എന്ന് പറഞ്ഞാൽ 4 പ്രാവശ്യം ഇത് പകുതിയാവും അല്ലെ. ശരിയല്ലേ? അതായത് 12.5 വർഷം കൊണ്ട് ഒരു പ്രാവശ്യം പകുതിയാവും. പിന്നെ 25 വർഷം, ഒരു 12.5 കൂടെ കൂടി 25 വർഷം കൊണ്ട് ഒന്നുകൂടെ പകുതിയാവും. എന്ന് പറഞ്ഞാൽ ആദ്യം ഇപ്പൊ 100 ഗ്രാം ഉണ്ടെങ്കിൽ 12.5 വർഷം കൊണ്ട് അത് 50 ഗ്രാം ആകും. പിന്നെ ഒരു 12.5 എന്ന് പറഞ്ഞാൽ 25 വർഷം കൊണ്ട് വീണ്ടും ഈ 50 25 ആകും. പിന്നെ ഒരു 12.5 വർഷം കൊണ്ട് 25 ഒരു 12.5 ആവും അല്ലെ. പിന്നെ ഒരു 12.5 വർഷം കൊണ്ട് എന്താവും? 12.5ന്റെ പകുതി അല്ലെ. അപ്പൊ അത്രയും ആവും അടുത്തത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 4 പ്രാവശ്യം ഇത് പകുതിയാവും 50 വർഷം കൊണ്ട്. അതാണ് നമുക്ക് ഇവിടെ കിട്ടിയേക്കുന്നത്. അപ്പൊ അതൊരു ഇക്വേഷൻ ആയിട്ട് നമ്മൾ എഴുതിയിരിക്കുകയാണ്. t = n × t½ അപ്പൊ ഇക്വേഷൻ ഓർത്ത് വെക്കുക അല്ലെ. ഇനി നമുക്ക് അറിയേണ്ടത് എത്ര പാർട്ട് അവശേഷിക്കും അല്ലെ. അപ്പൊ ആദ്യമുള്ള ന്യൂക്ലിയസുകളുടെ എണ്ണമാണ് n0, അവശേഷിക്കുന്ന ന്യൂക്ലിയസുകളുടെ എണ്ണമാണ് ക്യാപിറ്റൽ N. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഇക്വേഷൻ എടുക്കുക. n/n0 = 1/2 ദി ഹോൾ റേസ് ടു n. ഈ ഇക്വേഷൻ എടുക്കുക. അപ്പം n/n0 = 1/2 ദി ഹോൾ റേസ് ടു n. n എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 അല്ലെ. അപ്പൊ 1/4 1 തന്നെ വരും. 2/4 എത്ര വരും? 2² 4 ആണ്. 4 × 2 എന്ന് പറയുമ്പോൾ എത്ര ആവും? 8 ആവും. 8 × 2 എന്ന് പറഞ്ഞാൽ 16 ആവും. 16 അല്ലെ. എന്ന് പറഞ്ഞാൽ 50 വർഷം കഴിയുമ്പോൾ 1/16 പാർട്ട് അവശേഷിക്കും. എന്ന് പറഞ്ഞാൽ 16 ഉണ്ടായിരുന്നെങ്കിൽ അവിടെ 1 കാണത്തുള്ളൂ 50 വർഷം കഴിയുമ്പോൾ അല്ലെ. എന്ന് പറഞ്ഞാൽ അതായത് 12 ഇപ്പം ആദ്യം ആകെ 1 ഉണ്ടെന്ന് വെച്ചു ആദ്യം. അപ്പൊ ആദ്യം 1 ഉണ്ടെങ്കിൽ 12.5 വർഷം കഴിയുമ്പോൾ അത് 1/2 ആവും, പകുതിയാവും. പിന്നെ ഒരു 12.5 വർഷം കഴിയുമ്പോൾ 1/2ന്റെ പകുതി 1/4 ആവും. പിന്നെ ഒരു 12.5 വർഷം കഴിയുമ്പോൾ 1/4ന്റെ പകുതി 1/8 ആവും. പിന്നെ ഒരു 12.5 വർഷം കഴിയുമ്പോൾ 1/8ന്റെ പകുതി 1/16 ആവും അല്ലെ. അതാണ് നമുക്ക് ആൻസർ. ഇങ്ങനെയും കണ്ടുപിടിക്കുക. അപ്പൊ ഒരു ഇക്വേഷന്റെ ഫോമിലാക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എളുപ്പം. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെക്കുക. എളുപ്പമാണ്, ഇത് വെച്ച് എളുപ്പം നമുക്ക് ചെയ്യാം. അടുത്ത നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: എനർജി ജനറേഷൻ ഇൻ സ്റ്റാർസ് ഈസ് ഡ്യൂ ടു ന്യൂക്ലിയർ ഫ്യൂഷൻ. ക്വസ്റ്റ്യൻ ഇതാണ്: ഹൗ ന്യൂക്ലിയർ ഫ്യൂഷൻ ഈസ് ഒക്കേർഡ്. എങ്ങനെയാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ സംഭവിക്കുന്നത്? ജസ്റ്റ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക, അറിയാവുന്നതാണ്. ക്വസ്റ്റ്യൻ ബി: ദി എനർജി റിലീസ്ഡ് ഇൻ ന്യൂക്ലിയർ ഫിഷൻ പ്രോസസ് വിത്ത് യുറേനിയം ഈസ് ഓഫ് ദി ഓർഡർ ഓഫ് അല്ലെ. അതായത് ഒരു യുറേനിയത്തിന് ഫിഷൻ നടക്കുമ്പോൾ എത്ര എനർജി റിലീസ് ചെയ്യും? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് 200 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. 1-2 പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഒരു യുറേനിയത്തിന് ഫിഷൻ നടക്കുമ്പോൾ എത്ര എനർജി റിലീസ് ചെയ്യും? 200 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. അതിന്റെ ഓർഡറിലാണ് എനർജി റിലീസ് ചെയ്യുന്നത്, അറിയാവുന്നതാണ്. ക്വസ്റ്റ്യൻ സി: 3 types ഓഫ് റേഡിയോ ആക്റ്റീവ് ഡീകേ ഒക്കർ ഇൻ നേച്ചർ, ബ്രീഫ്ലി ഡിസ്ക്രൈബ് ദം. അതായത് 3 തരത്തിലുള്ള റേഡിയോ ആക്റ്റീവ് ഡീകേ: ആൽഫ ഡീകേ, ബീറ്റ ഡീകേ, ഗാമ ഡീകേ. അത് ജസ്റ്റ് അതിനെക്കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ക്വസ്റ്റ്യൻ ഡി:
ക്വസ്റ്റ്യൻ ഡി, സ്റ്റേറ്റ് ദി ലോ ഓഫ് റേഡിയോ ആക്റ്റീവ് ഡീകെ. നമുക്കറിയാവുന്നതാണ് ലോ ഓഫ് റേഡിയോ ആക്റ്റീവ് ഡീകെ ഇല്ലേ? അതായത് നമ്പർ ഓഫ് ന്യൂക്ലിയയും ഒരു സെക്കൻഡിൽ അല്ലെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന സാമ്പിളിലെ ന്യൂക്ലിയസുകളുടെ എണ്ണവും ഒരു സെക്കൻഡിൽ ഡീകെ സംഭവിക്കുന്ന ന്യൂക്ലിയസുകളുടെ എണ്ണവും പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇപ്പം 1000 ന്യൂക്ലിയസ് ഒരു സെക്കൻഡിൽ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ 1000 ന്യൂക്ലിയസ് ഉണ്ട്, അത് ഒരു സെക്കൻഡിൽ 10 പേർക്കാണ് ഡീകെ സംഭവിക്കുന്നതെങ്കിൽ നമ്മുടെ 2000 ന്യൂക്ലിയസ് ഉണ്ടെങ്കിൽ ഒരു സെക്കൻഡിൽ 20 പേർക്കായിരിക്കും ഡീകെ സംഭവിക്കുന്നത്. അതിനെയാണ് ലോ ഓഫ് റേഡിയോ ആക്റ്റീവ് ഡീകെ എന്ന് പറയുന്നത്. അടുത്ത നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: എ സർട്ടൺ റേഡിയോ ആക്റ്റീവ് എലമെന്റ് ഹാസ് ഹാഫ് ലൈഫ് ഓഫ് 10 days. അതായത് ഒരു റേഡിയോ ആക്റ്റീവ് എലമെന്റിന്റെ ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ടി ഹാഫ് എന്ന് പറയുന്നത് 10 days ആണ്. 10 days. How long it will take for 75% of its atom originally present to disintegrate? ഇല്ലേ? അതായത് 75%, അതായത് 75% അതിനകത്തിലെ ആൾക്കാര് ഡീകെ ചെയ്യാൻ എത്ര സമയം എടുക്കും എന്നാണ് ക്വസ്റ്റ്യൻ അല്ലെ. അപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. മുമ്പേ നമ്മൾ പറഞ്ഞ പോലെ n/n0 is equal to half 1/2 the whole raised to n. അതുപോലെ തന്നെ t is equal to n into t half. ഈ രണ്ട് ഇക്വേഷൻസ് ഉപയോഗിച്ച് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം അല്ലെ. അപ്പോൾ ടി ഹാഫ് തന്നിട്ടുണ്ട് 10 days ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? അതായത് ഇതിനകത്തിലെ 75% ഡീകെ ചെയ്ത് പോയി അല്ലെ. അപ്പൊ ആദ്യം എന്താണ് n0 ന്യൂക്ലിയസുകൾ ഉണ്ടായിരുന്നെന്ന് വെക്കുക. അപ്പൊ അതിനകത്തിലെ 75% പോയാൽ ഇപ്പൊ എത്രയേ കാണത്തുള്ളൂ? 25% കാണത്തുള്ളൂ. 75% ഡീകെ ചെയ്ത് പോയി. അപ്പോൾ പിന്നെ ലാസ്റ്റ് വരുന്ന ന്യൂക്ലിയസുകൾ അതിനെയാണ് n എന്ന് വിളിക്കുന്നത്. അപ്പൊ n എന്ന് പറഞ്ഞാൽ ഈ n0 ആദ്യം ഉണ്ടായിരുന്ന ന്യൂക്ലിയസുകളുടെ 25% കാണത്തുള്ളൂ. 75% ഡീകെ ചെയ്ത് അങ്ങ് പോയി എന്ന് പറഞ്ഞാൽ 100 ഗ്രാം ഉണ്ടായിരുന്നെങ്കിൽ 75 ഗ്രാമും ഡീകെ ചെയ്ത് പോയി. ബാക്കി 25 ഗ്രാം ഉണ്ടല്ലോ. അപ്പൊ അതാണ് ഇത്. അപ്പൊ n എന്ന് പറഞ്ഞാൽ ഡീകെക്ക് ശേഷം അവശേഷിക്കുന്ന ന്യൂക്ലിയസുകളുടെ എമൗണ്ട് ആണ് n. ആദ്യമുള്ളതാണ് n0. അപ്പം n എന്ന് പറഞ്ഞാൽ n0യുടെ 25% എന്ന് പറഞ്ഞാൽ ഇൻറ്റു 25/100. ഇതല്ലേ 25% എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇതിനെ 1/4 എന്ന് എഴുതും. അപ്പൊ n0/4. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഇക്വേഷനിലോട്ട് ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. n/n0, n-ന് പകരം n0/4 ഡിവൈഡ് ബൈ n0, അതാണ് n/n0 is equal to 1/2 the whole raised to n എന്ന് എഴുതി. 1/2 the whole raised to n അല്ലെ. അപ്പൊ n എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം ഇത് പകുതിയായി എന്നുള്ളതാണ് ഈ n കാണിക്കുന്നത്. ഹാഫ് റേസ് ടു n, എത്ര പ്രാവശ്യം പകുതിയായി. അപ്പൊ അങ്ങനെയാണെങ്കിൽ n0 പോയി 1/4 is equal to 1/2 the whole raised to n എന്ന് എഴുതി അല്ലെ. അപ്പൊ നമുക്ക് തന്നെ നോക്കി അറിയാം ഇല്ലെ. 1/4 എന്ന് പറഞ്ഞാൽ 1/2 the whole raised to n. അപ്പൊ 1/2ന്റെ സ്ക്വയർ അല്ലേ ശരിക്കും 1/4. 1/2ന്റെ സ്ക്വയർ ആണ് 1/4. അപ്പൊ n എന്ന് പറഞ്ഞാൽ 2 അല്ലേ. അപ്പൊ നമ്മൾ എഴുതി n is equal to 2 എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. 2 പ്രാവശ്യം ഇയാൾ പകുതിയായിട്ടുണ്ട്. 1/4 അല്ലെങ്കിൽ 75% ഡീകെ ചെയ്ത് പോകണമെങ്കിൽ ഇവൻ എത്ര പ്രാവശ്യം പകുതിയായി? 2 പ്രാവശ്യം പകുതിയായി. അപ്പൊ n 2 പ്രാവശ്യമാണ്. അപ്പൊ ഈ ഇക്വേഷൻ ആദ്യം കൊടുക്കാം. ഈ 2 പ്രാവശ്യം പകുതിയാൻ എത്ര സമയം എടുക്കണം എന്നാണ് നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത്. അപ്പം t is equal to n into t half. t is equal to n into t half. അപ്പൊ അങ്ങനെയാണെങ്കിൽ n-ന് പകരം t is equal to n-ന് പകരം ഞാൻ 2 കൊടുത്തു. t half എന്ന് പറയുന്നത് 10 days ആണ് അല്ലെ. 2 into 10, 20 days അല്ലെ ആണല്ലോ. എന്ന് പറഞ്ഞാൽ ഇയാള് 2 പ്രാവശ്യം പകുതിയാകാൻ അപ്പം 20 ദിവസം എടുക്കും അല്ലെ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഒരു റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസിന്റെ സാമ്പിൾ ആയിരുന്നു. അപ്പൊ അതിനകത്ത് ഹാഫ് ലൈഫ് പീരീഡ് 10 days ആണ്. അപ്പോൾ അതിന്റെ 75% ഡീകെ ചെയ്തു. അങ്ങനെ എത്ര സമയം എടുക്കുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ അറിയാം 75% ഡീകെ ചെയ്താൽ ബാക്കി 25% ഉണ്ട്. അപ്പോൾ n0 is equal to അല്ലെങ്കിൽ n0 ആണ് ആദ്യമുള്ള എമൗണ്ട്. അപ്പൊ n is equal to n0ന്റെ 25% ആണ്. n0 into 25/100 എന്ന് എഴുതി. അപ്പം 1/25/100 എന്ന് പറഞ്ഞാൽ 1/4 ആണ്. അത് എഴുതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ n കണ്ടുപിടിച്ചു. 2 പ്രാവശ്യം പകുതിയായിട്ടുണ്ട്. അപ്പൊ ഒരു പ്രാവശ്യം പകുതിയാകാൻ 10 days ആണെങ്കിൽ 2 പ്രാവശ്യം പകുതിയാകാൻ 20 ദിവസം. അതാണ് അതിന്റെ ടൈം എന്ന് പറയുന്നത്. നമ്മുടെ 4th ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്: A and B are two isotopes having mass numbers 14 and 16 respectively. If the atomic number of A is 7, then how many neutrons will be there in B? അല്ലേ. അതായത്
എ ആൻഡ് ബി ആർ ടു ഐസോടോപ്സ്. രണ്ട് ഐസോടോപ്പുകളാണ്. എയും ബിയും രണ്ട് ഐസോടോപ്പുകളാണ്. നമുക്കറിയാം ഐസോടോപ്പുകൾക്ക് ഒരേ അറ്റോമിക് നമ്പറും ഡിഫറെന്റ് മാസ് നമ്പറും ആയിരിക്കും അല്ലെ. അപ്പം മാസ് നമ്പർ ഇവരുടെ ആദ്യത്തെ ആളുടെ മാസ് നമ്പർ 14ഉം രണ്ടാമത്തെ ആളുടെ മാസ് നമ്പർ 16ഉമാണ് അല്ലെ. ദി അറ്റോമിക് നമ്പർ ഓഫ് എ ഈസ് 7. എയുടെ അറ്റോമിക് നമ്പർ 7 ആണ്. നമുക്കറിയാം. അപ്പം ബിയുടെ അറ്റോമിക് നമ്പറും 7 തന്നെയായിരിക്കും. കാരണം ഐസോടോപ്പ് അല്ലേ, രണ്ടുപേർക്കും ഒരേ അറ്റോമിക് നമ്പർ ആയിരിക്കും. Then how many neutrons will be there in B? ബിയിൽ എത്ര ന്യൂട്രോൺസ് ഉണ്ടെന്നാണ് അർത്ഥം അല്ലെ. നമുക്കറിയാം ന്യൂട്രോൺസ് കണ്ടുപിടിക്കണമെങ്കിൽ മാസ് നമ്പറിൽ നിന്നും അറ്റോമിക് നമ്പർ മൈനസ് ചെയ്താൽ മതി. മാസ് നമ്പർ 16 ആണ്, ഇയാളുടെ അറ്റോമിക് നമ്പർ 7 ആണ് അല്ലെ. അപ്പം 16 മൈനസ് 7 9 ന്യൂട്രോൺസ്. അപ്പൊ ഇതിനകത്ത് എത്ര ന്യൂട്രോൺസ് ഉണ്ട്? 9 ന്യൂട്രോൺസ് ഉണ്ട്. അതാണ് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. Then ബി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. The half-life period of a radioactive material is 5 hours. അല്ലെ. ഒരു റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലിന്റെ ഹാഫ് ലൈഫ് പീരീഡ് ടി ഹാഫ് എന്ന് പറഞ്ഞാൽ 5 മണിക്കൂറാണ്. 5 hours. Then in how much time 15/16 of the material will decay? എത്ര സമയം എടുക്കുമ്പോഴാണ് 15/16 അല്ലെ, അതായത് 16 ഉണ്ടായിരുന്നെങ്കിൽ അതിനകത്തിലെ 15 പാർട്ടും ഡീകേ ചെയ്യുന്ന എത്ര സമയം കൊണ്ടായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 15/16 പാർട്ട് ഡീകേ എടുക്കുന്ന സമയമാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ നമുക്ക് പറയാം 15/16 പാർട്ട് ഡീകേ ചെയ്താൽ ബാക്കി എത്ര എമൗണ്ട് കാണും? അതായത് 1 - 15/16 ചെയ്യുക അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ 16 - 15/16 എന്ന് പറഞ്ഞാൽ 1/16 അല്ലെ. അപ്പം 16ൽ 15 പാർട്ടും ഡീകേ ചെയ്ത് പോയി. അങ്ങനെയാണെങ്കിൽ ബാക്കി 16ലെ ഒരു പാർട്ടേ ഉള്ളൂ ഡീകേ ചെയ്ത് അവസാനിക്കുന്നത് അല്ലെ. അപ്പൊ ഇതായിരിക്കും n എന്ന് പറയുന്നത് അല്ലെ. അതായത് n എന്ന് പറയുന്നത്. അപ്പൊ n എന്ന് പറയുന്നത് ആദ്യം ഉണ്ടായിരുന്നത് എത്രയാണോ അതിന്റെ 1/16 ആണ് ഇപ്പോൾ ഡീകേ ചെയ്യാതെ അവശേഷിക്കുന്നത്. അപ്പൊ n is equal to n0 into 1/16 അല്ലെ. അപ്പൊ ആദ്യം ഉണ്ടായിരുന്നാണ് n0, അതിന്റെ 1/16 പാർട്ട് ഡീകേ ചെയ്ത് അവശേഷിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ അതേ ഇക്വേഷൻസ് ഉപയോഗിക്കുക. അതായത് n/n0 is equal to 1/2 the whole raised to n അല്ലെ. അപ്പൊ n-ന് പകരം n0/16 കൊടുക്കുക, ഡിവൈഡ് ബൈ n0 is equal to 1/2 the whole raised to n. n0 ക്യാൻസൽ ആയി. അപ്പോൾ 1/16 is equal to 1/2 the whole raised to n അല്ലെ. അപ്പൊ 1/2ന്റെ എത്ര പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും 1/16 കിട്ടുന്നത്? അതായത് 1/2 the whole raised to 4 ആയിരിക്കും അല്ലെ. അതായത് 1/2 into 1/2 വരുമ്പോൾ 1/4, പിന്നെ ഒരു 1/2 ചെയ്യുമ്പോൾ 1/8 വരും അല്ലെ. പിന്നെ വരുമ്പോഴാണ് 1/16 വരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം n is equal to 4 എന്ന് എഴുതാം. എന്ന് പറഞ്ഞാൽ 4 ടൈംസ് ഇത് പകുതിയാകും അല്ലെ. ആദ്യം 1 പകുതിയാകുമ്പോൾ 1/2, പിന്നെയും പകുതിയാകുമ്പോൾ 1/4, പിന്നെയും പകുതിയാകുമ്പോൾ 1/8, പിന്നെയും പകുതിയാകുമ്പോൾ 1/16 അല്ലെ. അപ്പൊ 4 പ്രാവശ്യം പകുതിയായി. ഒരു പ്രാവശ്യം പകുതി എടുക്കുന്ന ടൈമാണ് ഹാഫ് ലൈഫ് പീരീഡ് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ലൈഫ് ടൈം t is equal to n into t half എന്ന് എഴുതാം. n-ന് പകരം നമുക്ക് 4 എന്ന് കൊടുക്കാം, t half-ന് പകരം 5 എന്ന് കൊടുക്കാം. അപ്പം 20. അപ്പം t is equal to 20 hours അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത്രയും അവശേഷം അല്ലെങ്കിൽ ഇത്രയും ഭാഗം ഡീകേ ചെയ്ത് പോകാൻ എത്ര മണിക്കൂർ എടുക്കും? 20 മണിക്കൂർ എടുക്കും. എല്ലാം ഒരേ ടൈപ്പിലാണ് ചെയ്തത് അല്ലെ. അപ്പൊ നമ്മള് ഈ രണ്ട് ഇക്വേഷൻസും കാര്യമായിട്ട് ഓർത്തു വെക്കുക. നമ്മളെ ഈ പ്രോബ്ലംസ് എല്ലാം ചെയ്യാൻ ഈ ഇക്വേഷൻസ് എന്താണ് ഹെൽപ്പ് ചെയ്യും. കാരണം ഡിസിന്റഗ്രേഷൻ കോൺസ്റ്റന്റ് ഒന്നും ഈ ക്വസ്റ്റ്യൻ തന്നിട്ടില്ല. അതുകൊണ്ട് ഈ ഒരു രീതിയിൽ നമുക്കിത് ചെയ്യാൻ പറ്റുകയുള്ളൂ. അടുത്ത നമ്മുടെ 5th ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്. ഫോക്കസ് ഏരിയ വിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്നാലും സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 2 nuclei have mass numbers in the ratio 1:64. What is the ratio of their nuclear radii? അതായത് രണ്ട് ന്യൂക്ലിയസുകളുടെ മാസ് നമ്പറിന്റെ റേഷ്യോ 1:64 ആണെങ്കിൽ അവരുടെ ന്യൂക്ലിയസിന്റെ റേഡിയസിന്റെ റേഷ്യോ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അതായത് ന്യൂക്ലിയസിന്റെ റേഡിയസ് കണ്ടുപിടിക്കാൻ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ആണ് r is equal to r0 a raised to 1/3. അപ്പൊ ന്യൂക്ലിയസിന്റെ റേഡിയസ് ആണ് r0 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. 1.2 into 10 raised to -15 എന്നാണ് അതിന്റെ വാല്യൂ. ആ വാല്യൂ ഓർത്തില്ലെങ്കിലും കുഴപ്പമില്ല. a എന്ന് പറഞ്ഞാൽ മാസ് നമ്പർ ആണ്. അപ്പൊ ഒന്നാമത്തെ ന്യൂക്ലിയസിന്റെ നമുക്ക് r1 എന്ന് എഴുതാം. അപ്പൊ ഇവിടെ a1 കൊടുക്കാം.
രണ്ടാമത്തെ ന്യൂക്ലിയസിന്റെ റേഡിയസ് R2. അപ്പൊ R0 into A2 the whole raised to 1/3 എന്ന് എഴുതി. R1 by R2 ഇത് ഇക്വേഷൻ തമ്മിൽ ഡിവൈഡ് ചെയ്യുക. അപ്പം R1 by R2 is equal to ലെഫ്റ്റ് സൈഡ് തമ്മിൽ ഡിവൈഡ് ചെയ്തു. റൈറ്റ് സൈഡിൽ R0 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ക്യാൻസൽ ആയി പോകും. പിന്നെ A1 raised to 1/3 divided by A2 raised to 1/3 അല്ലെ. ഒന്നാമത്തെ ന്യൂക്ലിയസിന്റെ ഒന്നാമത്തെ ആറ്റത്തിന്റെ അറ്റോമിക് മാസ് 1 ആണ്. അപ്പം 1 raised to 1/3 divided by രണ്ടാമത്തെ 64 ആണ്. 64 raised to 1/3 അല്ലെ. 1ന്റെ ക്യൂബ് റൂട്ട് 1 തന്നെ അല്ലെ. 64ന്റെ ക്യൂബ് റൂട്ടോ 64ന്റെ ക്യൂബ് റൂട്ട് 4 വരും അല്ലെ. അപ്പൊ ഇതാണ് നമ്മുടെ ഇതിന്റെ ആൻസർ 1/4 അല്ലെങ്കിൽ 1:4. ഇതാണ് ന്യൂക്ലിയർ റേഡിയസിന്റെ റേഷ്യോ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ന്യൂക്ലിയയുമായി ബന്ധപ്പെട്ട് ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നേരത്തെ ചോദിച്ചിട്ടുള്ളത് അല്ലെ. ഇത് കൂടാതെ ഉള്ള ചില പോർഷൻസ് കൂടെ നമുക്ക് ഒന്ന് നോക്കാം. അതായത് സാധാരണ ചോദിക്കാറുള്ളത് ലോ ഓഫ് റേഡിയോ ആക്റ്റീവ് ഡീകേ സ്റ്റേറ്റ് ചെയ്യാൻ ചോദിക്കും. അതുപോലെ അവിടുന്ന് n is equal to n0 e raised to minus lambda t അല്ലെ എന്ന് പറഞ്ഞാൽ ഡിസിന്റഗ്രേഷൻ കോൺസ്റ്റന്റിനെയും ലാംഡ ഡിസിന്റഗ്രേഷൻ കോൺസ്റ്റന്റ് ആണ്. എന്താന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിന്റെ നമ്പർ ആണ്. n0 ആദ്യത്തെ ന്യൂക്ലിയസുകളുടെ നമ്പർ ആണ്. ഇതിനെല്ലാം കണക്ട് ചെയ്തിട്ടുള്ള ഇക്വേഷൻ ഡെറൈവ് ചെയ്യാൻ ചോദിക്കും. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോണം. പിന്നെ നമുക്ക് ന്യൂക്ലിയർ റിയാക്ടർ ഉണ്ട്. ന്യൂക്ലിയർ റിയാക്ടറിന്റെ വർക്കിങ്ങും അതിനകത്തിലെ മെയിൻ പാർട്സും നിങ്ങൾ പഠിച്ചോണം. അതിന് ഓരോന്ന് എക്സാമ്പിളും പഠിച്ചോണം അല്ലെ. ഫ്യൂവൽ ഉണ്ട് ഇല്ലേ, കൺട്രോൾ റോഡ്സ് ഉണ്ട്, സേഫ്റ്റി റോഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ഷീൽഡ് ഇല്ലേ, അതുപോലെ തന്നെ മോഡറേറ്റർ. ഇതിന്റെ ഓരോന്നിന്റെയും വർക്കിങ്ങും അതുപോലെ തന്നെ അതിനുപയോഗിക്കുന്ന മെറ്റീരിയൽസും ഏതാണെന്ന് അത്യാവശ്യമായിട്ടും പഠിച്ചോണം. പിന്നെ ന്യൂക്ലിയർ റിയാക്ഷൻ, ന്യൂക്ലിയർ ഫിഷൻ ഉണ്ട്, ന്യൂക്ലിയർ ഫ്യൂഷൻ ഉണ്ട് അല്ലേ. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. പിന്നെ ആൽഫ ഡി കെ, ബീറ്റ ഡി കെ, ഗാമ ഡി കെ, അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കണം അല്ലേ. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങൾ ഈ പ്രോബ്ലംസും ഒക്കെ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു മാർക്ക് പോലും പോകത്തില്ല അല്ലേ. അപ്പം നന്നായിട്ട് പഠിക്കുക. അടുത്തത് നമ്മുടെ സെമി കണ്ടക്ടേഴ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് കൂടെയാണ് ഉള്ളത്. അപ്പോൾ അതുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, എഴുതുക, എഴുതി പഠിക്കുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.